വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 10-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വച്ച് ആരെയും വന്ദനം ചെയ്യുകയുമരുത്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറവിൻ. അവിടെ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്നു വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പിൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവിൻ. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറവിൻ. ആ പട്ടണത്തേക്കാൾ സോദോമ്യർക്ക് ആ നാളിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കോരസീനെ, നിനക്ക് അയ്യോ കഷ്ടം. ബേത്സെയ്ദേ, നിനക്ക് അയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സൂരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സൂര്യനും സീദോനും സഹിക്കാവതാകും. നീയോ കഫർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളത്തോളം താണുപോകും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. 12 ശിഷ്യന്മാരെ കൂടാതെ മറ്റ് 70 പേരെ യേശു മറ്റ് ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും അയക്കുന്നതായിട്ടാണ് 10-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 70 പേരെ ഈരണ്ടായി അയച്ചു. 35 ഗ്രൂപ്പുകൾ. 2 പേരെ അയക്കുന്നത് കൊണ്ട് പരസ്പരം ഉത്സാഹിപ്പിക്കുവാനും സഹായിക്കുവാനും സാധിക്കും. ശമര്യർ കർത്താവിനെ അവരുടെ ഗ്രാമത്തിൽ സ്വീകരിക്കാതിരുന്നത് ഇതിന് തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ നാം കണ്ടതാണ്. കൂടാതെ യേശുവിനെ അനുഗമിക്കുവാൻ ആളുകൾ മടിക്കുന്നതായും 9-ാം അധ്യായത്തിൻ്റെ അവസാനം നാം കണ്ടു. ഈ സാഹചര്യത്തിൽ തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ പ്രത്യേക ദൂതുമായി, പ്രത്യേക ശുശ്രൂഷയുമായി താൻ അയക്കുകയാണ്. അവരോട് ആദ്യം പറയുന്നത്, കൊയ്ത്ത് വളരെയുണ്ട്. ഇത് കേട്ട എല്ലാ ശിഷ്യന്മാർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് താൻ പറഞ്ഞത്. കൊയ്ത്തും വിതയും കളപറിക്കലും നിലമൊരുക്കലുമെല്ലാം കാർഷിക വിളകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ സമൂഹത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു. തൻ്റെ ശുശ്രൂഷയെ യേശു കൊയ്ത്തിനോടാണ് ഉപമിച്ചത്, അല്ലാതെ വിതയ്ക്കുന്നതിനോടോ കളപറിക്കുന്നതിനോടോ മറ്റ് കഠിനാധ്വാനത്തോടോ അല്ല. കാർഷിക വൃത്തിയിൽ ആളുകൾക്ക് ഏറ്റവും സന്തോഷമുള്ള സമയമാണ് കൊയ്ത്ത്. കാരണം അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്ന സമയമാണ് കൊയ്ത്ത്. അതുപോലെ ഒരു ആഘോഷ സമയം കാർഷിക വിളയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന സമൂഹങ്ങൾ ഉണ്ടാകാറില്ല. എല്ലാ സംസ്കാരങ്ങളിലും കൊയ്ത്ത് ഒരു ആഘോഷ അവസരമാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയെ താൻ കൊയ്ത്തിനോടാണ് ഉപമിച്ചത്. അതിൻ്റെ അർത്ഥം ഏറ്റവും സന്തോഷകരമായ ജോലിയാണ് താൻ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നത്. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. കൃഷി ചെയ്യാനോ കളപറിക്കാനോ വിതയ്ക്കാനോ അല്ല കർത്താവ് വേലക്കാരെ അന്വേഷിക്കുന്നത്, മറിച്ച് കൊയ്ത്തിനാണ്. എന്നാൽ പല ആളുകളും ആ വിളി കേൾക്കുന്നില്ല, അതിന് ആളുകൾ ഇല്ല. ശിഷ്യന്മാരോട് താൻ പറയുന്നത് കൊയ്ത്തിൻ്റെ യജമാനനോട് പ്രാർത്ഥിക്കണമെന്നാണ്, അപേക്ഷിപ്പിൻ.
ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ വേലക്കാരെ വയലിലേക്ക് അയക്കുന്നത് കൊയ്ത്തിൻ്റെ യജമാനനാണ്, ദൈവമാണ്. ദൈവം വിളിച്ചിട്ടാണ് ആളുകൾ ക്രിസ്തീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായി അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ടവരായി ഇറങ്ങിത്തിരിക്കുന്നത്. അത് സത്യമാണ്. എന്നാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത് വേലക്കാരോട് തന്നെയാണ്. അതിൻ്റെ അർത്ഥം, ഒരു വ്യക്തി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഭാരമുണ്ടായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വേലക്കാരെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, തീർച്ചയായും ആ വ്യക്തിയോടും ദൈവം സംസാരിക്കും. ഒരുപക്ഷെ അവൻ്റെ തോളിൽ തട്ടി ദൈവം പറയും, വേലക്കാരെ എനിക്ക് അയക്കണം, നീയാണ് ആദ്യം പോകേണ്ടത് എന്ന്. അതുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാഥമികമായും വേലക്കാരാണ് ചെയ്യേണ്ടത്. പോകാൻ മനസ്സില്ലാത്തവർക്ക് അതിനുള്ള ഒരു ഒഴിവ് കഴിവായിട്ട് ഈ പ്രാർത്ഥന ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല എന്നും നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാം. 3-ാം വാക്യത്തിൽ, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായും കുഞ്ഞാടും. ചെന്നായുടെ ഉദ്ദേശം കുഞ്ഞാടുകളെ തിന്നുക എന്നതാണ്. അങ്ങനെയുള്ള ചെന്നായ്ക്കളുടെ അടുക്കലേക്ക് കുഞ്ഞാട് ചെന്നാൽ എന്താണ് സ്ഥിതി, ആ നിലയിലാണ് നിങ്ങളെ ഞാൻ അയക്കുന്നത് എന്ന് യേശു പറഞ്ഞു. യേശു തൻ്റെ ശിഷ്യന്മാരെ ആ കാലത്ത് അയച്ചത് ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനുമാണ്. അതൊരു പ്രത്യേക കാലത്ത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്ന ഒരു ശുശ്രൂഷയാണ്. ഇസ്രയേലിലുള്ള ആളുകളുടെ അടുക്കലേക്കാണ് യേശു വരെ അയച്ചത്. അതുപോലൊരു കാര്യം ഇന്നില്ല. എങ്കിലും യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും ഇന്ന് ദൈവവേലയ്ക്കായി പോകുന്നവർക്കും ബാധകമാണ്. അവരെ അപകടം പിടിച്ച ഒരു സ്ഥലത്തേക്കാണ് ദൈവം അയക്കുന്നത്. ചെന്നായ്ക്കൾ അവരെ തിന്നുവാൻ സാധ്യതയുള്ള സ്ഥലത്തേക്കാണ് അവരെ അയക്കുന്നത്. നിങ്ങളെ കൊണ്ട് ഒരു പക്ഷേ അവർക്ക് പ്രയോജനമുണ്ടാകും. ചെന്നായ്ക്ക് കുഞ്ഞാടിനെ കൊണ്ട് പ്രയോജനമുണ്ടാകുമല്ലോ. എന്നാൽ ഒരിക്കലും ഈ ക്രമം നേരെ തിരിഞ്ഞു പോകരുത്. എന്ന് വെച്ചാൽ, നിങ്ങൾ ചെന്നായ്ക്കളെപ്പോലെ കുഞ്ഞാടുകളുടെ അടുത്തേക്ക് പോകരുത്. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ ദൈവവേലയ്ക്കായി മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരെക്കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകണം എന്ന ഉദ്ദേശത്തിൽ പോകരുത്. നിങ്ങളെ ആളുകൾ ഉപയോഗിക്കും, നിങ്ങളെ ആളുകൾ ഉപദ്രവിക്കും. അത് ഒരു അപകടമാണ്, ദൈവം അറിയാതെ സംഭവിച്ചൊരു കാര്യമാണ് എന്ന് ചിന്തിക്കേണ്ട. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചത്. പിന്നീട് അവരോട് പറയുന്നത്, നിങ്ങൾ പോകുമ്പോൾ വഴിക്ക് സഞ്ചിയും പൊക്കണവും ചെരുപ്പും ഒന്നും എടുക്കരുത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ജീവിതത്തിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നിങ്ങൾ യാത്ര പോകുമ്പോൾ പരമാവധി കുറച്ച് ലഗേജ് കൊണ്ടുപോവുകയാണെങ്കിൽ സൗകര്യമായിരിക്കും. നമുക്കത് അറിവുള്ള കാര്യമാണല്ലോ. സ്ഥിരമായി യാത്ര ചെയ്യുന്നവർ അവരുടെ കയ്യിൽ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ അവർ കൊണ്ടുപോവുകയുള്ളൂ. ഇവരെ കർത്താവ് അയക്കുന്നത് ഇതൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ദൈവരാജ്യം പ്രസംഗിക്കണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ആളുകളോട് പറയണം, രോഗികൾക്ക് സൗഖ്യം കൊടുക്കണം. ആ പോക്കിൽ നിങ്ങൾ ഭക്ഷണവും കൊണ്ട് പോകണ്ട, പണവും കൊണ്ട് പോകണ്ട, നിങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടി വടി കൊണ്ടുപോകണ്ട. നിങ്ങൾക്ക് അമിതമായ പ്രൊട്ടക്ഷൻ, സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല. അതൊന്നുമല്ല പ്രാധാന്യം. നിങ്ങളുടെ മുൻഗണന കർത്താവിനെ അനുസരിക്കുക, കർത്താവ് പറഞ്ഞ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതായിരിക്കണം. അല്ലാതെ നിങ്ങളുടെ സുഖവും നിങ്ങളുടെ സംരക്ഷണവും നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതായി തീരരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. മാത്രമല്ല, വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും അരുത്. എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് വളരെ പരുഷമായി സംസാരിക്കണം, ആളുകളെ കണ്ടാൽ മൈൻഡ് ചെയ്യാതെ പോകണം, അതല്ല അതിൻ്റെ അർത്ഥം. വന്ദനം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി സംസാരിച്ച്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ സമയം കളയരുത്. എനിക്കിനി അധികം സമയമില്ല. ഇതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. മാത്രമല്ല, ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിന് സമാധാനം എന്ന് നിങ്ങൾ ആദ്യം പറയണം. നിങ്ങൾ സമാധാനത്തിൻ്റെ ദൂതുമായിട്ടാണ് വരുന്നത്. പക്ഷേ ഈ സമാധാനത്തിൻ്റെ ദൂത് അത് വിശ്വസിക്കുന്നവർക്കാണ്. അതുകൊണ്ടാണ് 6-ാം വാക്യത്തിൽ അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ്റെ മേൽ വസിക്കും.
നിങ്ങൾ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ, വിശ്വസിക്കുകയാണെങ്കിൽ അവർക്ക് അത് സമാധാനം നൽകും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ എഴുത്തുകളിൽ കൃപയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദൈവകൃപ ലഭിച്ച ആളുകൾക്ക് സമാധാനമുണ്ടാകും. ദൈവകൃപ തിരസ്കരിക്കുന്നവർക്ക് സമാധാനമുണ്ടാകുകയില്ല. ഒരു വീട്ടിൽ നിങ്ങൾ ചെന്നാൽ അവിടെ തന്നെ താമസിക്കണം. അല്ലാതെ കൂടുതൽ സൗകര്യം എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നിങ്ങളുടെ താമസസ്ഥലം മാറ്റരുത്. അതിൻ്റെ കാരണം നിങ്ങൾ സുഖലോലുപരായി ജീവിക്കുക എന്നതല്ല ഉദ്ദേശം. മറിച്ച് നിങ്ങൾക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. അതിനാവശ്യമായ സൗകര്യങ്ങൾ, ഭക്ഷണം, പാർപ്പിടം, പ്രാഥമികമായ ആവശ്യങ്ങൾ അതെല്ലാം ഞാൻ നൽകിക്കൊള്ളാം. അത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യമായി തീരരുത് എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നിങ്ങളൊരു വീട്ടിൽ ചെന്ന് താമസിച്ചാൽ അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പിൻ. നിങ്ങൾ ചെയ്യുന്ന ജോലി എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സംരക്ഷണം, നിങ്ങളുടെ ആവശ്യങ്ങൾ അതൊക്കെ എൻ്റെ കാര്യമാണ് എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ വീടാന്തരം കയറി നടക്കേണ്ട ആവശ്യമില്ല. സുഖലോലുപത അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. സൗകര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം മാറ്റിവെക്കേണ്ട കാര്യമില്ല. അതൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊള്ളാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ മുമ്പിൽ അവർ വയ്ക്കും. അത് കഴിക്കുക. അതിനെക്കുറിച്ച് വലിയ പരാതിയൊന്നും പറയണ്ട എന്നും താൻ 8-ാം വാക്യത്തിൽ പറയുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം, നിങ്ങൾക്ക് മാത്രം ചെയ്യാവുന്ന കാര്യം, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരം അത് നിങ്ങൾ ഉപയോഗിക്കുക. അതാണ് നിങ്ങളെക്കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം യേശു മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അവരോട് പറയുകയാണ്. ഇത് കേൾക്കാൻ അത്ര രസമുള്ള കാര്യമല്ല. നിങ്ങൾ ഈ സന്ദേശവുമായി പട്ടണങ്ങളിൽ പോകുമ്പോൾ, ആളുകളെ സൗഖ്യമാക്കുവാനായി പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ തന്നെ ചില പട്ടണങ്ങൾ, ചില ആളുകൾ, ചില വീടുകൾ നിങ്ങളെ തിരസ്കരിക്കും. അനേകർ സുവിശേഷം പറയുവാൻ, സുവിശേഷ വേല ചെയ്യുവാൻ മടിക്കുന്നതിൻ്റെ കാരണം, ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ, ആളുകൾ അത് തിരസ്കരിക്കില്ലേ, എൻ്റെ ശുശ്രൂഷ പരാജയപ്പെടുകയില്ലേ എന്ന ഭയം. പ്രിയ സുഹൃത്തെ, അതൊരു ഭയമല്ല, അതൊരു സത്യമാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായി നിങ്ങൾ പോകുമ്പോൾ, രോഗികളെ സൗഖ്യമാക്കുവാനുള്ള കഴിവോടുകൂടി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ തിരസ്കരിക്കും. എല്ലാവരും നിങ്ങളെ അംഗീകരിക്കും, എല്ലാവരും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കും എന്ന മിഥ്യാധാരണയോടുകൂടി ഈ പണിക്ക് പോകണ്ട എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എല്ലാവരും വിശ്വസിക്കില്ല. അനേകർ നിങ്ങളുടെ സന്ദേശത്തെ ത്യജിച്ച് കളയും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നുകൂടി കർത്താവ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം കർത്താവ് ഈ കാര്യവും പ്രതീക്ഷിച്ചിരുന്നു. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാകും. എന്ത് ചെയ്യണം? അതിൻ്റെ തെരുക്കളിൽ പോയി, നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറവിൻ. അവർ അംഗീകരിക്കുന്നില്ലെങ്കിലും അവരോട് സത്യം പറയുക എന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുക. നിത്യതയെക്കുറിച്ചുള്ള സുവിശേഷം കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് മറ്റുള്ളവരോട് പറയുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പറയാതിരുന്നാൽ അത് എത്രയോ ദുഃഖകരമാണ്. ഹഡ്സൺ ടെയ്ലർ, അദ്ദേഹം ചൈനയിൽ ഒരു ദിവസം ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ ബോട്ടിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയോട് താൻ സുവിശേഷം പറഞ്ഞു. അദ്ദേഹത്തിന് സുവിശേഷമൊക്കെ മനസ്സിലായെങ്കിലും അദ്ദേഹം അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേഹം ബോട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായി. ഹഡ്സൺ ടെയ്ലറുടെ കൂടെ ഇരുന്നയാൾ വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ കൂടെയുള്ള ആരും അയാളെ രക്ഷിക്കാനോ അയാൾ മുങ്ങിച്ചാകുമല്ലോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും സഹായം ചെയ്യാനോ ഒന്നും മുതിർന്നില്ല. എന്നാൽ ഹഡ്സൺ ടെയ്ലർ ആളുകളോട് പറഞ്ഞ് ബോട്ട് നിർത്തി ആ ആൾക്ക് വേണ്ടി അന്വേഷിക്കുവാൻ തുടങ്ങി. ആ സ്ഥലത്ത് ചില മുക്കുവരുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, ഇവിടെ ഒരാൾ വീണുപോയി, നിങ്ങൾ വന്ന് സഹായിക്കണം, ആളെ കണ്ടുപിടിക്കണം. അവർ പൈസയ്ക്ക് വേണ്ടി ഹഡ്സൺ ടെയ്ലറോട് വാദിക്കുവാൻ തുടങ്ങി. പൈസ തരികയാണെങ്കിൽ ചെയ്യാം. അവസാനം ഹഡ്സൺ ടെയ്ലർ തൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കാണ് അവർ ഈ മനുഷ്യന് വേണ്ടി അന്വേഷിക്കുവാൻ തയ്യാറായത്. അവർ അന്വേഷിച്ചു, പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ആ മനുഷ്യൻ മരിച്ചു. ആ മുക്കുവരെക്കുറിച്ച് നാം പറയും, എത്ര സ്വാർത്ഥരായ ആളുകൾ, നശിച്ചു പോകുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ദയയില്ലാത്തവർ എന്ന് നാം പറയും, ഇല്ലേ? എന്നാൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം,
നിത്യനാശത്തിലേക്ക് പോകുന്ന അനേകരെക്കുറിച്ച് ക്രിസ്തീയ വിശ്വാസികളുടെ മനോഭാവം ഇങ്ങനെയാണ്. അവർക്ക് അവരുടെ സൗകര്യം അതാണ് വലുത്. അവരുമായി ഇടപെടുന്നവർ നിത്യനാശത്തിലേക്ക് പോകുന്നു എന്ന കാര്യം അവർക്കൊരു വിഷയമേ അല്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളെ തിരസ്കരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ സത്യം പറയണം. അത് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യമാണ്. 12 മുതൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ കാലത്ത് തന്നെ വിശ്വസിക്കാത്ത ചില പട്ടണങ്ങളുണ്ടായിരുന്നു. കോരസീൻ, ബേത്സെയ്ദ, ഈ പട്ടണങ്ങളെക്കുറിച്ച്, കഫർനഹൂം, ഈ പട്ടണങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ, അതായത് കർത്താവ് ആ പട്ടണങ്ങളിൽ പോയി പ്രസംഗിക്കുകയും അത്ഭുത പ്രവൃത്തികൾ ചെയ്യുകയും ഒക്കെ ചെയ്തു. അവരാരും കർത്താവിനെ ഓടിക്കുകയോ ക്രൂശിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ അവർ ചെയ്തത്, അവരതൊന്നും മൈൻഡ് ചെയ്തില്ല. അവർക്കതൊന്നും ഒരു വിഷയമല്ലായിരുന്നു എന്നതാണ്. അതിനെയാണ് കർത്താവ് ഇവിടെ വിമർശിക്കുന്നത്. അവിടെ വീര്യപ്രവർത്തികൾ നടന്നു. ദൈവപുത്രൻ ആ പട്ടണങ്ങളിൽ സഞ്ചരിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു. ഇത് നമുക്കറിയാവുന്നയാളല്ലേ, യോസഫിൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞ് അവർ അവന് വലിയ വില കൊടുത്തില്ല. അവർ യേശുവിനെ ഉപദ്രവിക്കുകയോ അടിക്കുകയോ ഒന്നും ചെയ്തില്ല. അവരിൽ നടന്ന വീര്യപ്രവർത്തികൾ അവർ വൃഥാവാക്കി കളഞ്ഞു. ഇംഗ്ലീഷിൽ പറയും they were indifferent. അവരതിന് വില കൊടുത്തില്ല. പ്രിയ സുഹൃത്ത്, ഒരു പക്ഷേ ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിനെതിരായിട്ടൊന്നും പറയുകയില്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊരു പക്ഷേ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ദൈവം സംസാരിച്ചിട്ട്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ നിങ്ങൾ ജീവിതം തുടരുകയാണെങ്കിൽ, നിങ്ങൾ കോരസീനെ പോലെ, ബേത്സെയ്ദയെ പോലെ, കഫർനഹൂമിനെ പോലെയാണ്. നിങ്ങൾക്ക് വലിയ പദവിയൊക്കെ ഉണ്ടായിരിക്കും, സ്വർഗത്തോളം ഉയർന്നിരിക്കുകയായിരിക്കും. പക്ഷേ കർത്താവ് പറയുന്നത്, നിങ്ങൾ പാതാളത്തോളം താണുപോകും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. നിങ്ങൾ മറ്റുള്ളവരോട് ദൈവവചനം പറയുമ്പോൾ, സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ, എല്ലാവരും ഒന്നും വിശ്വസിക്കുകയില്ല. അനേകർ ആ സന്ദേശം ത്യജിച്ചു കളയും. പക്ഷേ നിങ്ങൾ അത് വളരെ വ്യക്തിപരമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ പറയുന്ന സുവിശേഷ സന്ദേശം ത്യജിക്കുന്നവർ നിങ്ങളെയല്ല ത്യജിക്കുന്നത്, ദൈവപുത്രനെയാണ് ത്യജിക്കുന്നത്. ദൈവപുത്രനെ ത്യജിക്കുന്നവർ ദൈവപുത്രനെ അയച്ച പിതാവായ ദൈവത്തെയാണ് ത്യജിക്കുന്നത്. യേശു ഈ 70 പേരെ അയച്ചത് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാൻ കൂടിയാണ്. ഒന്നാമതായി, ദൈവമാണ് ആളുകളെ തൻ്റെ വയലിലെ ശുശ്രൂഷയ്ക്ക് ആക്കുന്നത്. അവർക്ക് താൻ കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ കൊയ്ത്തിൻ്റെ ശുശ്രൂഷയാണ്, ഏറ്റവും സന്തോഷമുള്ള ശുശ്രൂഷ. അത് ചെയ്യാൻ മടി വിചാരിക്കരുത്. വേലക്കാർ അന്നും ഇന്നും കുറവാണ്. വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വേലക്കാരോടാണ്. ഒരു ജോലി ചെയ്യാനുണ്ടെന്നും അത് ഞാൻ ചെയ്യുന്നുവെന്നും ബോധ്യമുള്ളവർ കൂടുതൽ വേലക്കാർ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ മാത്രമല്ല, നമ്മുടെ മക്കളെയും ദൈവം വിളിക്കും, അവരെയും തൻ്റെ ശുശ്രൂഷയിലാക്കും എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ, എൻ്റെ മക്കളെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വിടില്ല എന്നൊരു സ്റ്റാൻഡ് എടുക്കാൻ ഇടയാകരുത്. ദൈവം അവരെ വിളിച്ചാൽ അവരെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. നാം പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കൂടാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സന്ദേശം, സമാധാനത്തിൻ്റെ സന്ദേശം, അത് സമാധാനത്തിൻ്റെ സന്ദേശമാകുന്നത് ആളുകൾ ആ സന്ദേശം വിശ്വസിക്കുമ്പോഴാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനവും നിത്യജീവനുമുണ്ട് എന്ന കാര്യം നാം മറ്റുള്ളവരോട് പറയണം. ദൈവം അത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ വിശ്വസിക്കുമോ എന്ന ഭയത്തിൻ്റെ പേരിൽ അത് ചെയ്യാതിരിക്കരുത്. കാരണം അനേക ആളുകൾ അത് തിരസ്കരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങളുടെ സന്ദേശം ത്യജിച്ച് കളയുന്നവർ ഉണ്ടായിരിക്കും. അവർക്ക് ന്യായവിധി വരും. പക്ഷേ അത് നിങ്ങളെ ആ സന്ദേശം പറയുന്നതിൽ നിന്നും
തടയരുത്. അവസാനമായി, ദൈവത്തിൻ്റെ ശിക്ഷ വരുന്നത് ദൈവത്തിനും ദൈവസഭയ്ക്കും എതിരെ പ്രവർത്തിക്കുന്നവർക്കല്ല, മറിച്ച് കോരസീനെ പോലെ, ബേത്സേദയെ പോലെ, കഫർനഹൂമിനെ പോലെ എല്ലാ വീര്യപ്രവൃത്തികളും കണ്ടിട്ടും അതെനിക്കേതുമില്ല എന്ന മട്ടിൽ ജീവിച്ച ആളുകൾ, അവർക്ക് വലിയ ശിക്ഷ വരും. പുരാതന നഗരങ്ങളായ സോദോം, ഗൊമോറ, സീദോൻ, ഈ പട്ടണങ്ങളെയൊക്കെ ദൈവം ന്യായം വിധിച്ചു. അവയൊക്കെ ജാതികളുടെ പട്ടണങ്ങളായിരുന്നു. എന്നാൽ ഇവിടെ നാം വായിച്ച പട്ടണങ്ങൾ യഹൂദന്മാരുടെ ഇടയിലെ പട്ടണങ്ങളാണ്. ആ പട്ടണങ്ങൾ നശിച്ചുപോയി. കാരണം ദൈവപുത്രൻ്റെ സന്ദേശം അവർ കേട്ടിട്ടും കേൾക്കാത്ത പോലെ ജീവിച്ചു. ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇൻഡിഫറൻ്റായി, ഒന്നും അറിയാത്ത പോലെ പെരുമാറരുത്. ദൈവക്രോധം നിങ്ങളുടെ മേൽ വരും. വചനദീപം